അതിൽ തുടർന്നുള്ള വരികളെന്ന് പറയുന്നത് പൂവമ്പൻ അമ്പലത്തിൽ പൂജയ്ക്ക് പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. ഇതിൽ ചെറിയൊരു സംശയമുണ്ട്. ഈ പൂവമ്പൻ അമ്പലം എന്ന് പറയുന്നത് കാമദേവന്റെ അമ്പലം. പൂവമ്പ് അതാണല്ലേ? ഓ, അടിപൊളി. എനിക്കിത് ഞാൻ കേട്ടിട്ട് എനിക്ക് കിട്ടണില്ല. കാരണം ഇവള് അമ്പലത്തിലേക്കാണല്ലോ പോകുന്നത്, പിന്നെയാണ് ഇത് പൂവമ്പന്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഓ, അത് കൊള്ളാൻ കിട്ടും. അത് സക്സസ് അല്ല. ഇതൊന്നും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കൊണ്ട കെട്ടണം എന്നോ. പണ്ട് എൻ്റെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചു, എടാ ഞങ്ങളുടെയൊക്കെ നാട്ടില് ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാന്ത് വന്നവര് കാതില് വെക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. നീ അതിന്റെ തൊട്ട് ഇങ്ങനെ പ്രേമഗാനം എഴുതിയതെന്ന്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതാതിരിക്കും, കാരണം ഒരു ട്യൂൺ കേൾക്കുന്നു, മനസ്സിൽ വന്ന ആദ്യത്തെ വാക്ക് ചെമ്പരത്തിപ്പൂ എന്നാണ്. പിന്നെ അതിനെ പ്രേമിക്കുന്ന പൂവാക്കി മാറ്റുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോ ചില നിവൃത്തികേടുകളും ഇതിന്റെ പുറകിലുണ്ട്. എന്തായാലും നാച്ചുറലി വേറൊന്നുമല്ല, നമ്മൾക്ക് ഫാദർ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. നല്ല പാട്ടുകളുടെയും പ്രത്യേകിച്ച് നാടകഗാനങ്ങൾ, ഞങ്ങള് വീടറിയാലോ, നാടകത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നപ്പോൾ തുടങ്ങി. അച്ഛൻ അത് മാത്രമല്ല, പാട്ടില്ലാത്ത അച്ഛനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. എപ്പോഴും അച്ഛൻ ഒന്നില്ലെങ്കിൽ അച്ഛൻ മൂളുന്നുണ്ടാവും, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നുണ്ടാവും, രണ്ടിലൊന്ന്. അപ്പൊ കായലിനക്കരെയൊക്കെ അച്ഛൻ പാടുന്നതാണ് ഒറിജിനലിനേക്കാൾ എനിക്കിഷ്ടം. കാരണം അച്ഛൻ്റെ ഒട്ടും എന്താ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ഒന്നുമല്ല, പക്ഷെ അസാമാന്യ ഫീലിംഗ് ആയിരുന്നു. അപ്പോ കർക്കിട കാറ്റത്തൊരു അന്തിക്ക് കായലിൽ മുത്തശ്ശി ഒറ്റയ്ക്ക് പോയി, പിറ്റേന്ന് നേരം ഇരുണ്ടു വെളുത്തു, മുത്തശ്ശി അമ്മയെ കണ്ടില്ല. ഇത് പാടി പിറ്റേന്ന് നേരം അമ്പലക്കായലിൽ വള്ളം മറിഞ്ഞു, പൊന്തി നടന്നു പങ്കായം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞിട്ട് സങ്കടം വരും. ഇത് എത്ര പ്രാവശ്യം ഞാൻ കേട്ടാലും. അപ്പൊ അച്ഛൻ ഇങ്ങനെ രാത്രി എന്താ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാല് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പഴയ തറവാട്ടിന്റെ മുറ്റത്ത്, അത് വലിയ വീടായിരുന്നു. അപ്പൊ അതിന്റെ മുറ്റത്ത് അങ്ങടും ഇങ്ങടും നടക്കും. അപ്പൊ അച്ഛന്റെ വിരല് പിടിച്ചിട്ട് ഞാൻ നടക്കും, എൻ്റെ തൊട്ട് താഴെയുള്ള സിസ്റ്റർ അച്ഛൻ കയ്യിലെടുത്തിട്ടുണ്ടാവും. ഈ സമയത്ത് മുഴുവൻ ചക്കരപ്പന്തൽ തുടങ്ങി ഇങ്ങനെയുള്ള പാട്ടുകൾ അച്ഛൻ മൂളിക്കൊണ്ടേയിരിക്കും. കായലിനക്കരെ പോവാൻ കേട്ട് കഴിഞ്ഞാല് അന്ന് നമ്മൾ കരച്ചിലായിട്ട് നിൽക്കുള്ളൂ, കരയാതെ ആ പാട്ട് അത്ര ഫീലിംഗ് ആയിരുന്നു അച്ഛൻ പാടുന്നത്. അപ്പൊ ഈ ഒരു ഇതിൻ്റെ അകത്തുനിന്ന്, അതേപോലെ സൈകാളിന്റെ പാട്ടുകളാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വസന്ത് ദേശായിയുടെ പാട്ടാണ് അച്ഛൻ്റെ പ്രിയപ്പെട്ട പാട്ടായിരുന്നു. ജനക് ജനക് പായൽ ബാജി എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു പാട്ടുണ്ട്. അത് ഇതേപോലെ മനോഹരമായിട്ടുള്ള മെലഡിയാണ്. അത് പിന്നീട് നമ്മുടെ രവിമേനോന്റെ എഴുത്തിന്നാണ് ഞാൻ അറിഞ്ഞത് വസന്ത് ദേശായിയുടെ ഒരു മരണത്തിന്റെ ഭീകരതയെ പറ്റി. കാരണം ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട്, ഇന്നത്തെ പോലെ ഓട്ടോമാറ്റിക് ഒന്നും അല്ലാത്ത കാലത്ത് ലിഫ്റ്റിൽ കുടുങ്ങി മരിക്കുക ചെയ്തത്. അന്ന് അച്ഛന്റെ പാടുന്ന ഫീലിലാണ് ആ പാട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഇന്ന് വസന്ത് ദേശായിയുടെ മരണവും കൂടെ അതിന്റെ പശ്ചാത്തലം. പക്ഷെ മനോഹരമായിട്ടുള്ള മെലഡിയാണ്. അത് എത്രയോ വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ള പാട്ടുകളാണ്. പക്ഷെ അത് ആ ഒരു ഇപ്പൊ പാട്ടുകൾ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ചെറുപ്പം തുടങ്ങി കൃത്യമായിട്ടൊരു നല്ല പാട്ട് എന്താണെന്നുള്ളതിന് ധാരണയുണ്ടായിരുന്നു. അതേപോലെ ബാബുക്കയുടെ പാട്ടുകള്, കടലേ നീലക്കടലൊക്കെ. അപ്പോ ആദ്യമൊക്കെ എന്താ പറയണ, തലത്ത് പോലെയുള്ള ഒരാൾ പാടുന്നത് അതൊന്നും അല്ല, അത് അതുവരെയും കേട്ട പാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള പാട്ടുകളെല്ലാം ചെറുപ്പം തുടങ്ങി നമ്മൾ കേട്ടോണ്ടിരുന്നു. കാരണം നമ്മളുടെയൊക്കെ വീട്ടില് എന്താ ഇവരെല്ലാം കൂടി കഴിഞ്ഞാൽ പാട്ട്, നാടകം, അതിനെപ്പറ്റിയുള്ള സംസാരം ഒക്കെ തന്നെയാണ്. പി ജാനിനെ പറ്റി, പി ജാനി വൈഫിനെ പറ്റി എഴുതിയതാണ് ബിന്ദു ബിന്ദു ഒതുങ്ങി നിൽപ്പൂ എന്നിൽ ഒരു ഉൾക്കടസ്. അപ്പൊ ആ പാട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്നൊക്കെ ഉള്ള സംസാരമൊക്കെ നമ്മളെയൊക്കെ വീടിന്റെ മുൻപില് അച്ഛന്മാരിരുന്ന് സംസാരിക്കാനുണ്ടാവും, അച്ഛനും അമ്മാവനും അമ്മാവന്മാരെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കാനുണ്ടാവും. ഇപ്പുറം അടുക്കള ഭാഗത്ത് ഇതിനെ പറ്റിയുള്ള അമ്മമാരുടെ കമന്റ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കേട്ടിട്ടല്ലേ വളരുന്നത്. അപ്പൊ നാച്ചുറലി അതിൻ്റെ അകത്ത് എന്മാറിന് കുളിരേകാൻ തേഞ്ഞു തീർന്നൊരു ചന്ദനമല്ലേ നീ എന്ന് പി ജാനി എഴുതിയിട്ടുണ്ട്.
അപ്പൊ എനിക്ക് തോന്നുന്നില്ല പി ജാന്റണിയുടെ പാട്ടുകളെ പറ്റി എത്ര പേർക്ക് ധാരണയുണ്ട് എന്നുള്ളത്. ഞാൻ തന്നെ സാറ് പറഞ്ഞിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, അത് പലരും അത് അറിയുന്നില്ല. അത് കാരണം വെച്ചാല് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് ആകാശഗംഗയിൽ ഞാനൊരിക്കൽ നീരാടി നിൽക്കുന്ന നേരം കേട്ടൊരു കിന്നര ഗാനം നോക്കി ഞാൻ കണ്ടു ഭവാനെ ഒരു ഓമനത്താമരത്തോണി തുഴഞ്ഞു പോകുന്നതായി. അടിപൊളി. ശിവചേട്ടൻ്റെ വ്യത്യസ്തമായ ഒരു പാട്ടാണ് ചെലച്ചെറു വീടു തരാം പൊന്നൂഞ്ഞാൽ ഇട്ട് തരാം പൊന്നോണ പൂത്തുമ്പി നീ വായോ എന്ന് പാടുന്നത്. ആ ഊഞ്ഞാലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് തുമ്പിയും വരും. അങ്ങനത്തെ ഒരു സ്റ്റൈലുള്ള അത്രയും നിഷ്കളങ്കമായിട്ട് അങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ തുമ്പി വരില്ലേ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അതിനകത്തൊരു കുട്ടിത്തം ഉണ്ട്. അതല്ല, അതിൻ്റെ ഒരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് 2 മാസ്റ്റേഴ്സാണ് നമ്മൾ വരുന്ന കാലത്ത് പഴയ ക്ലാസിക്കൽ ഇതിൻ്റെ അകത്തു നിന്നുള്ള 2 മാസ്റ്റേഴ്സ് ഉള്ളത്, ദേവരാം മാസ്റ്ററും അർജുന മാസ്റ്ററും. അപ്പോൾ ദേവരാം മാസ്റ്ററെ പറ്റി നമുക്ക് പേടിയാണ്. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങിയേ കേൾക്കുന്നുണ്ട് ദേവരാം മാസ്റ്റർ പേരും. നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇവരെ ഡിസ്കഷനിൽ ഈ ദേവരാം മാസ്റ്റർ കാര്യമൊക്കെ വരും. മോശിടനാണ്, ഭയങ്കര കർക്കശ സ്വഭാവത്തിനെ പറ്റിയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരം ഉണ്ടാവും. അപ്പൊ ചെറുപ്പം തുടങ്ങിയ കേൾക്കുന്നുണ്ട്. സിനിമയിൽ വന്നപ്പോ നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാല് ഒരുത്തനെ എഴുതി കൊണ്ടുപോയിട്ട് ചുരുട്ടി ഒറ്റ ഇങ്ങനെയുള്ള മാഷിന്റെ ഇങ്ങനെയുള്ള കഥകൾ കേട്ടിട്ട് അപ്പൊ നമ്മൾ എന്തിനാണ് വടി കൊടുത്ത് അടിമേടിക്കുന്നത്? അതുകൊണ്ടിട്ട് ദേവരാം മാസ്റ്റർ അടുത്തേക്ക് പോയില്ല. എങ്കിലും പഴയ ഇവരുടെ പാട്ടുകൾ കേട്ടിട്ടുള്ള ഒരു കൊതിയില് ഞങ്ങള് ന്യായവിധി എന്ന് പറയുന്ന പടം വന്നു കഴിഞ്ഞപ്പോൾ അർജുനൻ മാസ്റ്ററെ വിളിക്കാം. കാരണം അർജുനൻ മാസ്റ്റർ നല്ല മനുഷ്യനാണ്, തങ്കപ്പെട്ട മനുഷ്യൻ. അപ്പോൾ മാഷ വിളിക്കാം. അങ്ങനെ മാഷ് വരുന്നു, കയ്യിലൊരു കുടയൊക്കെ ആയിട്ട് വളരെ സൗമ്യനും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ മാഷ് വരുന്നു. അപ്പോൾ ഞാൻ വളരെ റെസ്പെക്റ്റോടുകൂടി ഇരിക്കും. മാഷെ ഇരുന്ന് ഞാൻ തന്നെയാണ് എൻ്റെ സിറ്റുവേഷനെല്ലാം പറയുന്നത്. അപ്പോൾ ഡെന്നീസിൻ്റെ കൂടെ അക്കാലമല്ല തുടക്കം തുടങ്ങി സ്ക്രിപ്റ്റിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരുന്ന കൊണ്ടിട്ടും ഡെന്നീസിനെ അസിസ്റ്റ് ചെയ്തിരുന്ന കൊണ്ടിട്ട് പലപ്പോഴും ഇങ്ങനെ ഈ പാട്ടിൻ്റെ സിറ്റുവേഷനൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കാരണം എഴുതാണല്ലോ ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ മാഷിന് സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തു. മാഷ് ചോദിച്ചു, സാഹിത്യം വല്ലതും? ഞാൻ എവിടെ, നമ്മൾക്കങ്ങനെ ഒരു ശീലമേ ഇല്ല. നമ്മൾ എഴുത്ത് തുടങ്ങിയപ്പോഴേ ട്യൂണിട്ടിട്ടാണ് എഴുതി തുടങ്ങിയത്. അതുകൊണ്ടിട്ട് ലിറിക്സ് എഴുതുക അല്ലെങ്കിൽ കവിത എഴുതുക എന്ന് പറയുന്ന ഒരു ശീലമേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, മാഷെ അങ്ങനെയൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. മാഷൊരു കാര്യം ചെയ്യുക, മാഷിന് ഏറ്റവും ഇഷ്ടമുള്ള ട്യൂണിട് ഞാൻ അത് എഴുതിയിട്ട് മാഷിനത് പോരെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കവിതയായിട്ട് എഴുതിത്തരാം. എങ്കിലും നമ്മൾ വിചാരിക്കുന്ന മാഷ് ഇതുവരെ ചെയ്ത ഏറ്റവും ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ട്യൂൺ തന്നു. എന്നിട്ട് ഞാൻ ശ്രമിക്കാം, എഴുതാം. എഴുതിയിട്ട് മാഷ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാൻ വേറെ എഴുതിത്തരാം, കവിതയായിട്ട് എഴുതിത്തരാം. അങ്ങനെ മാഷ് അത്ര ഇഷ്ടമില്ലാതെ, കാരണം അവര് പഴയ സ്കൂളിന്റെ ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എഴുതിക്കഴിഞ്ഞാല് എൻ്റെ ഒരു താളത്തിലും എൻ്റെ ഒരു ഇതിലൊക്കെ അല്ലേ ഞാൻ എഴുതുള്ളൂ. നമ്മൾ വയലാറൊന്നും അല്ലല്ലോ. ഈ കിട്ടുന്ന ട്യൂൺ ഉണ്ടാക്കുന്ന ഇൻസ്പിറേഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.